നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. നഗരത്തെ ഭീതിയിലാഴ്ത്തിയ തെരുവുനായ വിഷയം. വാക്കേറ്റത്തിൽ മുങ്ങി കോർപ്പറേഷൻ കൌൺസിൽ യോഗം. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. പോലീസും ഇടത് വലത് അംഗങ്ങളും തമ്മിൽ കയ്യാങ്കളി. ബിജെപിയുടെ പ്രതിഷേധവും. അന്തസ്സുള്ള തൊഴിലിടം ഒരുക്കണം അഭ്യർത്ഥനയുമായി ക്ഷീര കർഷകർ. വനിതാ കമ്മീഷൻ മുമ്പാകെ എത്തി. ഉപോൽപ്പന്നങ്ങൾ വിപണിയിലെത്തിയാൽ അന്തസ്സുയരുമെന്ന് വി ശിവദാസൻ എം പി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളാക്കണമെന്നും കർഷകർ. ആസ്റ്റർ മിംസ് നേട്ടങ്ങളുടെ പട്ടികയിൽ പുതിയൊരു പടവുകൂടി. ഉത്തര മലബാറിലെ ആദ്യ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം. പുതുജീവനേകിയത് തലശ്ശേരിയിലെ 51-കാരന്. സ്വാബ് ട്രാൻസ്പ്ലാന്റ് സംവിധാനം വ്യാപകമാക്കുമെന്നും ഡോക്ടർ അനൂപ് നമ്പ്യാർ. വാർത്തകൾ വിശദമായി. കണ്ണൂർ നഗരത്തെ ഭീതിയിലാഴ്ത്തി വീണ്ടും തെരുവുനായയുടെ ആക്രമണം. 16 പേരെയാണ് ഇന്ന് രാവിലെ നായ കടിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വെച്ചാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നായയുടെ ആക്രമണത്തിൽ 50ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. എന്നാൽ ഇന്നലെ അക്രമകാരിയായ നായയെ താവക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചത്ത നിലയിൽ കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെ 11 മണി മുതൽ 1 മണി വരെ 50ലേറെ പേരെ കടിച്ച് പരിക്കേൽപ്പിച്ച തെരുവുനായയെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. താവക്കര പുതിയ ബസ് സ്റ്റാൻഡ്, പ്രഭാത് ജംഗ്ഷൻ, SBI പരിസരം, പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാർത്ഥിനിയെ ഉൾപ്പെടെ കടിച്ച് പരിക്കേൽപ്പിച്ച തെരുവുനായയാണ് താവക്കര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചത്തത്. രാവിലെ മറ്റൊരു നായയെയും തെരുവുനായ കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. തെരുവുനായയ്ക്ക് ഭ്രാന്തിളകിയിട്ടുണ്ടെന്ന സംശയത്താൽ ജില്ലാ വെറ്റിനറി ആശുപത്രി അധികൃതർ സ്രവ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ വഴിയാത്രക്കാർക്കാണ് കടിയേറ്റത്. പ്ലാസ SBIക്ക് സമീപത്ത് നിന്നും നടന്നു പോകുന്ന കാഞ്ഞങ്ങാട് സ്വദേശിനിയായ വിദ്യാർത്ഥിനിയെ തെരുവുനായ കടിച്ചു കീറുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് പരാക്രമം നടത്തുന്നത് മറ്റൊരു നായയാണെന്നാണ് വിലയിരുത്തൽ. 11ഓളം പേർക്കാണ് കടിയേറ്റത്. നഗരത്തെ ഭീതിയിലാഴ്ത്തി 2 ദിവസങ്ങളിലായി 70ഓളം പേർക്കാണ് കടിയേറ്റത്. അതേസമയം നായയെ പിടിക്കാനുള്ള നടപടിയും തുടങ്ങിയിട്ടുണ്ട്. അക്രമകാരികളായ നായകളെ കൊല്ലാനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥനയും മേയർ നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. തെരുവുനായ ശല്യം. കണ്ണൂർ കോർപ്പറേഷനിൽ പ്രതിഷേധം. കൌൺസിൽ യോഗത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച് CPM പ്രവർത്തകർ. യോഗത്തിൽ ഇടത് വലത് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. പ്രതിപക്ഷ നേതാവ് N സുകന്യയുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളികളുമായി കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. കണ്ണൂരിൽ തെരുവുനായ്ക്കൾ വഴിയാത്രക്കാരെ കടിച്ച് പരിക്കേൽപ്പിക്കുന്നതിൽ കണ്ണൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷ ബഹളം. ഇന്ന് രാവിലെ നടന്ന കൌൺസിൽ യോഗത്തിൽ ഈ കാര്യം ഉന്നയിച്ച് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കൌൺസിൽ യോഗത്തിൽ ബഹളമുണ്ടായി. മേയർ മുസ്ലിം മഠത്തിലിനെ പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കാൻ വിടാതെ ചേംബറിനടുത്ത് വന്ന് ബഹളമുണ്ടാക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് മേയർ ചേംബർ വിട്ടു. ഇത് തടയാൻ ചെന്ന ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ കൌൺസിലർമാരുമായി വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. ഇതിനുശേഷം പ്രതിപക്ഷ നേതാവ് N സുകന്യയുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളികളുമായി കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് പുറത്തു വന്നു. ഇതിനിടയിൽ പുറമെ LDF പ്രവർത്തകർ കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ ഇരച്ചു കയറാൻ ശ്രമിച്ചത് കവാടത്തിൽ പോലീസ് തടഞ്ഞു. ഇതിനെ തുടർന്ന് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. തെരുവുനായ ശല്യം തടയുന്നതിനായി കോർപ്പറേഷൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് N സുകന്യ പറഞ്ഞു. കണ്ണൂർ നഗരത്തിലെത്തുന്നവരെ തെരുവുനായ്ക്കൾ കടിച്ച് പരിക്കേൽപ്പിക്കുന്ന സ്ഥിതി തുടരുകയാണ്. കോർപ്പറേഷൻ പരിധിയിൽ ABC കേന്ദ്രം തുടങ്ങാൻ പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ ഈ കാര്യത്തിൽ ഇതുവരെ നടപടിയുണ്ടായില്ല. തെരുവുനായ്ക്കളെ പിടികൂടുന്നതിനുള്ള ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്തിനില്ലെന്നും കോർപ്പറേഷനാണെന്നും N സുകന്യ പറഞ്ഞു. തന്റെ വാർഡിൽ ഉൾപ്പെടെ തെരുവുനായ ശല്യമുണ്ടായപ്പോൾ എത്തിയത് കോർപ്പറേഷൻ ജീവനക്കാരല്ല, ജില്ലാ പഞ്ചായത്ത് നിയോഗിച്ചവരാണ്. തെരുവുനായകളെ പിടികൂടുക മാത്രമല്ല അവയെ പാർപ്പിക്കാനുള്ള ഷെൽട്ടർ കൂടി ഒരുക്കണമെന്നും സുകന്യ ആവശ്യപ്പെട്ടു. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുണ്ടാകുന്ന തെരുവുനായ ശല്യം ഉൾപ്പെടെയുള്ള അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കാലികൾ, ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നവും പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതാത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. പക്ഷെ കണ്ണൂർ കോർപ്പറേഷൻ അധികൃതർ കഴിഞ്ഞ ഈ 4.5 വർഷക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിനെ പഴിചാരിക്കൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഈ കോർപ്പറേഷൻ പരിധിയിൽ ഇത്രയധികം തെരുവുനായ ശല്യം ആവർത്തിച്ചുണ്ടാകുമ്പോഴും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടൊരു കാര്യം എന്താ, കോർപ്പറേഷന്റെ പരിധിയിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാകുക.
ഉണ്ടാകണം. അതിൽ ABC നടത്താനുള്ള ഒരു കേന്ദ്രം വെറ്റിനറി വകുപ്പുമായിട്ട് യോജിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. തനത് ഫണ്ടില്ലേ, ഓൺ ഫണ്ടില്ലേ കോർപ്പറേഷന്? ജനങ്ങളുടെ നികുതി പണമല്ലേ അതിനകത്തുള്ളത്? ഈ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണം? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എത്ര തവണ ഈ വിഷയം ഉന്നയിക്കുമ്പോഴും ഇത്തരത്തിൽ കൈ കഴുകുന്ന സമീപനമാണ് കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തെരുവുനായ ശല്യം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രകടനം നടത്തി. LDF കൗൺസിലറായ P. രവീന്ദ്രൻ, N. ഉഷ, ചിത്തിര ശശിധരൻ, പനിയൻ ഉഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. രൂക്ഷമായ തെരുവ് പട്ടിശല്യം ചർച്ച ചെയ്യാൻ നാളെ സ്പെഷ്യൽ കൌൺസിൽ യോഗം വിളിച്ചു ചേർക്കുമെന്ന് മേയർ മുസ്ലിഹ് മഠത്തിൽ. കൌൺസിൽ നടപടികൾ അവസാനിച്ചതിന് ശേഷം കൌൺസിൽ ഹാളിൽ തന്നെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മേയർ ഇക്കാര്യം അറിയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള നീക്കങ്ങളാണ് പ്രതിപക്ഷ കൌൺസിലർമാർ ഇന്ന് നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള നീക്കങ്ങളാണ് പ്രതിപക്ഷ കൌൺസിലർമാർ ഇന്ന് നടത്തിയതെന്ന് മേയർ മുസ്ലിഹ് മഠത്തിൽ ആരോപിച്ചു. വരും ദിവസങ്ങളിലും അക്രമകാരികളായ നായയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കും. 2 ദിവസങ്ങളിലായി 6ഓളം നായകളെ പിടികൂടിയിട്ടുണ്ട്. കോർപ്പറേഷൻ സംവിധാനത്തെ ബഹുമാനിക്കാൻ സുകന്യ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കൌൺസിലർമാർ തയ്യാറാകുന്നില്ല. മൃഗസ്നേഹികൾ എന്ന പേരിൽ ചിലർ കേസുമായി മുന്നോട്ടു പോകുന്നത് അക്രമകാരികളായ നായകളെ പിടികൂടുന്നതിന് തടസ്സമാവുന്നുമുണ്ട്. കന്റോൺമെന്റ് ഏരിയയിൽ മാലിന്യം തള്ളുന്നത് പ്രദേശത്ത് തെരുവ് പട്ടികൾ കൂടാനിടയാക്കുന്നുണ്ടോ എന്നും മേയർ പറഞ്ഞു. പ്രവർത്തികൾ നടന്നിട്ടുണ്ടെങ്കിൽ നായകളെ ഇത്രയധികം ക്രമാതീതമായി വർദ്ധിക്കുമായിരുന്നില്ല. ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അത് തദ്ദേശ സ്ഥാപന അധികാരമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ പ്രൊജക്ട് വെച്ചതും ധനസമാഹരണം നടത്തിയത്? അവര് അതിന് ഉത്തരം പറയേണ്ടേ? ആ ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തിരിച്ചു കോടിക്കണക്കിന് രൂപ അത് എവിടെ പോയി? അങ്ങനെയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് അതിന്റെ ഉത്തരവാദിത്തമെങ്കിൽ എന്തിന് ഈ ഫണ്ട് സമാഹരണം നടത്തിയും ഈ ഫണ്ട് എന്തിനു ഉപയോഗിച്ചെന്നും പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുണ്ട് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ആ രീതിയിൽ പഞ്ചായത്ത് സംവിധാനം ശരിയല്ല. ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ വളരെ വ്യക്തമായി ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായി ഇടപെടാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇവിടെ വന്ന് കാണുക. പക്ഷേ സമരദ്രാഹികളായ ആളുകൾ ഇലക്ഷൻ വരുമ്പോൾ സമരദ്രാഹവുമായി നടക്കുന്ന ആളുകൾ ഇലക്ഷന്റെ മുഖത്ത് എന്തെങ്കിലും ചെയ്യണം, പറയണം, എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി, മാധ്യമ ശ്രദ്ധ നിൽക്കാൻ വേണ്ടി ഇത്തരം സമരാഭ്യാസങ്ങൾ നടത്തുന്നത് അവർ മനസ്സിലാക്കണം. മലർന്ന് കിടന്ന് തുപ്പുകയാണ് ഇത്തരം ആളുകൾ, കൗൺസിലർമാർ എന്ന് എനിക്ക് വളരെ വിഷമത്തോടെ പറയേണ്ടി വരുന്നു. ഡെപ്യൂട്ടി മേയർ P. ഇന്ദിര, മുൻ മേയർ TO മോഹനൻ തുടങ്ങി ഭരണപക്ഷ കൌൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തെരുവുനായ വിഷയത്തിൽ പരസ്പരം പഴിചാരി ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും. തെരുവുനായ്ക്കളെ പിടികൂടേണ്ടതും വന്ധ്യംകരണം ചെയ്യേണ്ടതും ജില്ലാ പഞ്ചായത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ലെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി. ജില്ലാ പഞ്ചായത്തിന് കോർപ്പറേഷൻ 20 ലക്ഷം നൽകിയെന്ന വാദം അടിസ്ഥാനരഹിതം. ആർക്കാണ് നൽകിയതെന്ന് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കണം. ഇക്കാര്യത്തിൽ ജില്ലാ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്താനും രാഷ്ട്രീയ മുതലെടുപ്പിനുമായി ചിലർ ശ്രമിക്കുന്നുവെന്നും അഡ്വക്കേറ്റ് KK രത്നകുമാരി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനോ അതല്ലെങ്കിൽ ഇതിന്റെ ഇത് തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുകയോ ഒന്നും ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഭരണഘടന അല്ലെ നമ്മുടെ ഈ ആക്ട് പ്രകാരം ജില്ലാ പഞ്ചായത്തിനില്ല. ജില്ലാ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമല്ല. കോർപ്പറേഷൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് യഥാർത്ഥത്തിൽ ഈ ഒരു അവസരത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു ലക്ഷ്യത്തിന്റെ ഭാഗം. അതല്ലാതെ ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഉത്തരവുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതും ആക്ട് പ്രകാരം, മുനിസിപ്പൽ ആക്ട് പ്രകാരവും പഞ്ചായത്ത് ആക്ട് പ്രകാരവും അനിവാര്യ ചുമതലയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ. ഇത് ജില്ലാ പഞ്ചായത്തിന് അത്തരത്തിലുള്ള ഒരു അനിവാര്യ ചുമതലയും ഇല്ല. ഇത് ഞാൻ പറയുമ്പോൾ ആളുകൾ ഇപ്പൊ മീഡിയക്കാർ തന്നെ വിചാരിക്കും ഇത് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അതല്ല. യാഥാർത്ഥ്യം ഇന്നതാണ്. ഇപ്പൊ ഞങ്ങൾ ABC കേന്ദ്രം തുടങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവിടെ ആളുകളെ അയക്കുന്നു. അവര് പട്ടികളെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഇത് സംവിധാനം ഒരുക്കി തരണം. അതിൽ എപ്പോഴെങ്കിലും അവരാവശ്യപ്പെട്ട പ്രകാരം ഇത് ഞങ്ങൾ പിടിക്കാൻ പോകാതിരിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോയതിനെ ABC ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി, ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന് പറയാം. പക്ഷെ ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിന്റെ കൃത്യമായ കണക്ക് നമ്മളെ കയ്യിലുണ്ട്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ.
നഗരത്തെ ഭീതിയിലാഴ്ത്തിയ തെരുവുനായ വിഷയം. വാക്കേറ്റത്തിൽ മുങ്ങി കോർപ്പറേഷൻ കൌൺസിൽ യോഗം. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. പോലീസും ഇടത് വലത് അംഗങ്ങളും തമ്മിൽ കയ്യാങ്കളി. ബിജെപിയുടെ പ്രതിഷേധവും. അന്തസ്സുള്ള തൊഴിലിടം ഒരുക്കണം അഭ്യർത്ഥനയുമായി ക്ഷീര കർഷകർ. വനിതാ കമ്മീഷൻ മുമ്പാകെ എത്തി. ഉപോൽപ്പന്നങ്ങൾ വിപണിയിലെത്തിയാൽ അന്തസ്സുയരുമെന്ന് വി ശിവദാസൻ എം പി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളാക്കണമെന്നും കർഷകർ. ആസ്റ്റർ മിംസ് നേട്ടങ്ങളുടെ പട്ടികയിൽ പുതിയൊരു പടവുകൂടി. ഉത്തര മലബാറിലെ ആദ്യ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം. പുതുജീവനേകിയത് തലശ്ശേരിയിലെ 51-കാരന്. സ്വാബ് ട്രാൻസ്പ്ലാന്റ് സംവിധാനം വ്യാപകമാക്കുമെന്നും ഡോക്ടർ അനൂപ് നമ്പ്യാർ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രിവാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റർ മിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. ക്ഷീര കർഷകർക്ക് സമൂഹത്തിൽ അന്തസ്സോടെ തൊഴിലെടുക്കുന്നതിന് ആവശ്യമായ സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ വനിതാ കമ്മീഷൻ ഇടപെടണമെന്ന് വനിതാ ക്ഷീര കർഷകർ. സംസ്ഥാന വനിതാ കമ്മീഷൻ ക്ഷീരമേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വിളിച്ചു ചേർത്ത പബ്ലിക് ഹിയറിംഗിലാണ് ആവശ്യം ഉയർന്നത്. ഹിയറിംഗ് ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു. ചാണകവും തൊഴുത്തും കാണുന്നത് പോലും ദുസ്സഹമാണെന്ന രീതിയിലാണ് സമൂഹത്തിൽ ചില ആളുകൾ പെരുമാറുന്നത്. ക്ഷീരകർഷകരെ അവജ്ഞയോടെയാണ് ഇവർ കാണുന്നത്. ഇത്തരം മാനസികാവസ്ഥ ഇല്ലാതാക്കുന്നതിന് വനിതാ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ഇടപെടണമെന്നും പബ്ലിക് ഹിയറിംഗിൽ കർഷകർ ആവശ്യപ്പെട്ടു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ അധ്യക്ഷയായ പരിപാടി ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു. തൂപ്പുജോലി എന്നുള്ളത് തരംതാണ തൊഴിലാണ് എന്ന് ചിന്തിക്കുന്ന വിദ്യാഭ്യാസം കുറഞ്ഞ അപരിഷ്കൃതരായിട്ടുള്ള ഒരു കൂട്ടം നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് ഓരോ തൊഴിലിനും ചില പ്രത്യേകമായ കുറവുകളുണ്ടെന്നും അത് സാമൂഹ്യ അന്തസ്സിന് നിരക്കാത്താണെന്നും ചിന്തിക്കുന്നു. അതുകൊണ്ട് എല്ലാ തൊഴിലും ഓരോ ആളുകളും നിർവഹിക്കുന്ന ജോലിയും എല്ലാ ജോലിയും ഈ സമൂഹത്തിൽ മാന്യമാണ് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് നിവർന്നു നിൽക്കാൻ പറ്റണം. ഭക്ഷ്യസംസ്കരണത്തിൽ വന്ന മാറ്റങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ക്ഷീരകർഷകർ ഉപോൽപ്പന്നങ്ങളുടെ വിപണനം ഉൾപ്പെടെയുള്ള വ്യത്യസ്ത മേഖലകൾ പരീക്ഷിക്കാൻ തയ്യാറാവണമെന്ന് എം പി പറഞ്ഞു. ഇതിലൂടെ കർഷകരുടെ സാമൂഹ്യ അന്തസ്സ് ഉയരും. ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നുവരും. നാട്ടിൻപുറങ്ങളിലെ ചെറിയ സംരംഭങ്ങൾ വലിയ കൂട്ടായ്മകളായി വളരുകയും സ്ത്രീകളുടെ സാമൂഹ്യ അന്തസ്സ് ഉയരുന്നതുൾപ്പെടെയുള്ള വലിയ മാറ്റങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും എം പി പറഞ്ഞു.
മൃഗഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാക്കാനും കന്നുകാലികൾക്ക് ചികിത്സ നൽകുന്നതിന് പണം ചോദിച്ചു വാങ്ങുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാനും സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. 60 വയസ്സ് കഴിഞ്ഞ ക്ഷീര കർഷകർക്ക് ക്ഷേമനിധി പെൻഷൻ കുറഞ്ഞത് 1000 രൂപയെങ്കിലും അനുവദിക്കുക, BPL APL മാനദണ്ഡങ്ങൾ നോക്കാതെ ക്ഷീര കർഷകർക്ക് ആനുകൂല്യങ്ങൾ അനുവദിക്കുക, കന്നുകാലികൾ ചത്തുപോയാൽ ഇൻഷുറൻസ് തുക ലഭ്യമാക്കുന്നതിന് നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങളും കർഷകർ ഉന്നയിച്ചിട്ടുണ്ട്. 100 ദിവസം തൊഴിൽ ലഭ്യമാക്കുന്ന വിധം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്ഷീര കർഷകരെ ഉൾപ്പെടുത്തണമെന്നും പദ്ധതിക്ക് കീഴിൽ വരുന്ന ആനുകൂല്യങ്ങൾക്ക് കർഷകർക്ക് മുൻഗണന നൽകണമെന്നും ക്ഷീരകർഷകർ ആവശ്യപ്പെട്ടു. നിസ്സാരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സമീപവാസികൾ നൽകുന്ന പരാതിയിൽ ക്ഷീരകർഷകർക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനാവശ്യ നടപടികൾ ഒഴിവാക്കുന്നതിന് ഇടപെടലുണ്ടാകണം. കാലിത്തീറ്റയുടെ ഗുണനിലവാരം ഉറപ്പാക്കണം. സബ്സിഡി കൃത്യമായി ലഭ്യമാക്കാൻ നടപടി വേണം. മൊബൈൽ ആംബുലൻസ് സേവനം സൗജന്യമാക്കണം എന്നീ ആവശ്യങ്ങളും കർഷകർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് വിശദമായി പഠിച്ച ശേഷം നിർദ്ദേശമായി സർക്കാരിന് സമർപ്പിക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ കർഷകരെ അറിയിച്ചു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി മുഖ്യാതിഥിയായിരുന്നു. ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ലാവണ്യ, തളിപ്പറമ്പ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ബീന, ക്ഷീരവികസന വകുപ്പ് എക്സ്റ്റൻഷൻ ഓഫീസർ ബോബി, വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ എന്നിവരും സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഹയർ സെക്കൻഡറി 1-ാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ തല പ്രവേശനോത്സവം കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പ്രശസ്ത കഥാകൃത്തും തളിപ്പറമ്പ് സർ സയ്യിദ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് പ്രൊഫസറുമായ സുസ്മിത ബാബു ഉദ്ഘാടനം ചെയ്തു. പാചകത്തിലായിരിക്കാം, വാചകമടിയിലായിരിക്കാം, അല്ലെ, ഓരോ തരത്തിലും നമ്മളൊക്കെ ഡിഫറെന്റ് ആണ്, യുണീക്കാണ്. മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രത്യേകതകൾ നമ്മൾ ഓരോരുത്തരും ഉണ്ട്. പക്ഷെ അത് തിരിച്ചറിഞ്ഞ് അത് സ്വയം നീക്കിയെടുക്കാൻ നമുക്ക് എപ്പോഴാണോ പറ്റുന്നത്, അതാണ് നമ്മളെപ്പോഴും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ ഓർമ്മകൾ ഇതാണ്, എൻ്റെ ഉള്ളിലുള്ള ആ ഫയർ, എൻ്റെ ഉള്ളിലുള്ള ആ ഒരു തെളിച്ചം എന്താണോ അത് സ്വയം തിരിച്ചറിയുക. അതൊരിക്കലും അപ്പോഴും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ് എന്ന് നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് മാത്രമാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. ആ തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. കൂടാളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ജിതിൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KT റീന ഭാസ്കർ സ്വാഗതം പറഞ്ഞു. CG&AC തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ C മനീഷ് കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിയുടെ വിശദീകരണം നടത്തി. കൂടെയുണ്ട് രക്ഷിതാക്കൾ എന്ന വിഷയ വിശദീകരണം PTA പ്രസിഡന്റ് K സുനിൽ നിർവഹിച്ചു. സൗഹൃദ കോർഡിനേറ്റർ V രോഷ്നി, NSS പ്രോഗ്രാം ഓഫീസർ ഡിസ്മി SR, കരിയർ ഗൈഡ് രമ്യ CM എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ഹെഡ്മാസ്റ്റർ KP മനോജ്, ഡെപ്യൂട്ടി HM PP റഫീഖ് അലി, T ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി രേഖ കാപ്പാടൻ, മദർ PTA പ്രസിഡന്റ് ഫാത്തിമ PK എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി PP സനീഷ് നന്ദി പ്രകാശിപ്പിച്ചു. ദേശീയ ഗാനത്തോടെ പരിപാടി സമാപിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ വരവേൽപ്പ് എന്ന പേരിൽ +1 പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. കൗൺസിലർ PP വത്സലൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, സന്നദ്ധ സേവകരുടെ ഭാഗത്തു നിന്ന്, മനുഷ്യ സ്നേഹികളുടെ ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികൾക്കെല്ലാം കിട്ടി. ഉത്തരവാദപ്പെട്ടവരെന്ന നിലയിൽ അധ്യാപകരും അധ്യാപികമാരും എല്ലാം തന്നെ അതിനെല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകി. രക്ഷിതാക്കളുടെയും സമീപനത്തോടെ PTA പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ C സുഹൈൽ, CHM മാനേജ്മെന്റ് കമ്മിറ്റി ട്രഷറർ TP അബ്ദുൽ ഖാദർ, ജനറൽ സെക്രട്ടറി മുസഫിർ മടത്തിൽ, മദർ PTA പ്രസിഡന്റ് സഹീറ T, സ്റ്റാഫ് സെക്രട്ടറി യൂസഫ് പുന്നക്കൽ, HM സുബൈർ PP, PTA വൈസ് പ്രസിഡന്റ് MPM അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയ ഒരു സീറ്റ് മാത്രമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. നേരത്തെ ഒരു അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ അവരുടെ കഴിവ് എന്ന് പറയുന്നത് പല മേഖലയും തെളിയിച്ച പാഠ്യേതര വിഷയങ്ങളിൽ പല രീതിയിലും തെളിയിച്ച വിദ്യാർത്ഥികൾക്കാണ് ആദ്യ രീതിയിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, സൗഹൃദ കോർഡിനേറ്റർ സിംന KC കൂടെയുണ്ട് കരുത്താകാൻ പദ്ധതിയുടെ ആശയ വിശദീകരണം നടത്തി. SRG കൺവീനർ KP ഹബീബുറഹ്മാൻ നന്ദി പറഞ്ഞു. കുറുവ UP സ്കൂൾ നഴ്സറി ക്ലാസിന്റെ ഉദ്ഘാടനം നടന്നു. കടലായി ഡിവിഷൻ കൗൺസിലർ അനിത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം മുൻ ഹെഡ്മാസ്റ്റർ TK പ്രദീപൻ മാസ്റ്റർ നിർവഹിച്ചു. കൂടി വരുന്നുണ്ട്. അപ്പം എല്ലാവരും പ്രത്യേക ഒരു കരുതലോടും കൂടി നിൽക്കുക. അപ്പോൾ കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പം കൂടുതൽ പറയുന്നില്ല, നമ്മുടെ ഈ ഒരു പ്രദേശം ഔപചാരികതയുടെ പേരിൽ മാത്രം ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് എല്ലാവരും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു.
കോർപ്പറേഷൻ കൌൺസിലർ KN മിനി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ കോറോത്ത് പ്രകാശൻ, മദർ PTA പ്രസിഡന്റ് ഐശ്വര്യ, DYFI കരാറിനകം മേഖലാ സെക്രട്ടറി സൂരജ്, മുൻ മാനേജർ VV വിജയൻ, അബ്ദുൾ റഷീദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കുറുവ UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് CC സവിത ടീച്ചർ സ്വാഗതവും പ്രഭിന ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി. റിയാസ് കാഞ്ഞിര കുറുവ UP സ്കൂൾ നഴ്സറി വിഭാഗത്തിന് നൽകിയ വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനവും നടന്നു. കോർപ്പറേഷൻ കൌൺസിലർ അനിത, മുൻ ഹെഡ് മാസ്റ്റർ TK പ്രദീപൻ, ഹെഡ് മിസ്ട്രസ് CC സവിത, മാനേജർ കോറോത്ത് പ്രകാശൻ എന്നിവർ സംബന്ധിച്ചു. കുട്ടികൾക്ക് മധുര വിതരണവും നടന്നു. നവീകരിച്ച മനോഹരമായ നഴ്സറി വിഭാഗത്തിൽ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും നിറഞ്ഞ സാന്നിധ്യത്തിലാണ് പരിപാടി നടന്നത്. SBT റിട്ടയറീസ് അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് മേഖലാ സമ്മേളനം AIBEA ഹാളിൽ നടന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ റിട്ടയറീസ് അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് KS കൃഷ്ണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജനകീയ ബാങ്കായി നിലനിർത്തണമെന്ന് SBTRA സമ്മേളനം ആവശ്യപ്പെട്ടു. അസംഘടിത മേഖലാ തൊഴിലാളികൾ സംഘടിത മേഖലാ തൊഴിലാളികൾ തമ്മിൽ അടിപ്പിക്കുന്ന സമീപനം എടുത്തു പോകുമ്പോൾ അവിടെയാണ് സാമ്പത്തികമായി എല്ലാവർക്കും ഓരോ പെൻഷൻ സ്കീം, ഡിഫൈൻഡ് പെൻഷൻ സ്കീം വേണമെന്നുള്ള ട്രേഡ് യൂണിയൻസിന്റെ ഡിമാൻഡ് സാങ്കേതികമാണ്. അപ്പോൾ ഈ ഒരു ഭൗതിക സമയത്തിൽ നമ്മുടെ മേഖലയിലേക്ക് വരുമ്പോൾ 2095 നടപ്പാക്കിയ പെൻഷൻ പദ്ധതി 30 വർഷം പിന്നിട്ടും അതിന്റെ പരിഷ്കരണം എന്നുള്ള ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കാതെ അത് നിർഭാഗ്യവശം 95 ശേഷം സംഭവിച്ച 2 തട്ടിൽ ആക്കിക്കൊണ്ടുള്ള ചില പ്രചാരണങ്ങൾ, ചില സംഘടന അഴിച്ചുവിട്ടതിന് ഒരു ദുര്യോഗം പിന്നീട് 2010 വീണ്ടും പെൻഷൻ എന്നുള്ള ആവശ്യം നേടിയെടുക്കുമ്പോൾ 15 വർഷം പിന്നീട് കഴിഞ്ഞു. അപ്പോഴേക്കും ന്യൂ പെൻഷൻ സ്കീം എന്നുള്ള വിധത്തിൽ സെൻട്രൽ ഗവൺമെന്റ് പുതിയ പദ്ധതി അവിടെ നടപ്പാക്കുകയും അപ്പോൾ അതിനു മുമ്പ് സെൻട്രൽ ഗവൺമെന്റ് നടപ്പാക്കിയ പല പരിഷ്കരണങ്ങളും 40% കമ്മ്യൂട്ടേഷൻ, ക്വാളിഫയിങ് സർവീസിലെ ലഘൂകരണം തുടങ്ങിയ വിഷയങ്ങളൊന്നും ഇവിടെ നടപ്പാക്കിയെടുക്കാനുള്ള വലിയ നിർദ്ദേശം 2010 ശേഷം തുടരുമ്പോൾ അത് ഇന്നും അപ്ഡേഷൻ ഉണ്ടാക്കും. രാജ്യത്ത് ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ജനകീയ ബാങ്കായി നിലനിർത്തണമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ റിട്ടയേഴ്സ് അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. അസോസിയേറ്റ് ബാങ്കുകളിൽ നൽകി വന്നിരുന്ന പല ആനുകൂല്യങ്ങളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചതോടെ നിർത്തലാക്കിയത് പ്രതിഷേധാർഹമാണെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. ഓൾ കേരള ബാങ്ക് റിട്ടയേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി AC മാധവൻ അധ്യക്ഷത വഹിച്ചു. SBTRA സെക്രട്ടറി K പ്രേമചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി NK സുരേന്ദ്രൻ, UM അജിത്, K വേലായുധൻ, KC സജിത്, PV ഗംഗാധരൻ, P ശശിധരൻ, C ഉമാപതി, GV ശരത്ചന്ദ്രൻ, PP ഭാർഗവൻ, A ഹരിദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പെൻഷൻ പരിഷ്കരണം ഉടനെ നടപ്പിലാക്കുക, സൗജന്യ ഇൻഷുറൻസ് പദ്ധതി എല്ലാ പെൻഷൻകാർക്കും നൽകുക, കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് കൺഫർമേഷൻ തീയതി മുതൽ SBI പെൻഷൻകാരെ പോലെ SBTക്കാർക്കും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേബിൾ TV ഫെഡറേഷൻ 6ാമത് സംസ്ഥാന സമ്മേളനം എറണാകുളം പത്തടിപ്പാലം PWD റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്നു. പ്രശസ്ത ചലച്ചിത്ര താരം സുധി കോപ്പ ഉദ്ഘാടനം ചെയ്തു. 2ാം ദിവസം നടന്ന പൊതുസമ്മേളനം ഫ്ലവേഴ്സ് TV CEO R ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു. ₹1,60,00,000 എൻ്റെ തിരുവനന്തപുരത്തെ വീട് പണയം കൊടുത്താണ് ഈ നെറ്റ്വർക്ക് വരുന്നത്. ബാക്കി 40 ലക്ഷം ഞാൻ പച്ചവായ്പ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ വീട് പണയം വെച്ചപ്പോൾ ആ ബാങ്കിലെ മാനേജറിനോട് ചോദിച്ചു, ഇതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഇത്ര കാലത്തിനകത്ത് പ്രക്ഷേപണം ആരംഭിക്കാം എന്നുള്ള ഒരു ഉറപ്പ് വാർത്താവിതരണ വകുപ്പിന് കൊടുക്കുന്നതാണ് ഈ ഗ്യാരണ്ടി. അത് പരാജയപ്പെട്ടാൽ എൻ്റെ വീട് നാട്ടുകാർ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഭാര്യ അറിയുന്നത്, ഈ ഒരു കൊല്ലത്തിനകം ഇതിൻ്റെ സംപ്രേഷണം തുടങ്ങിയില്ലെങ്കിൽ താമസിക്കുന്ന വീടും കൂടെ പോയി ഞാൻ വഴിയാധാരമാകും. ഞാൻ ഏഷ്യാനെറ്റ് വിട്ട് പുറത്ത് നടക്കുന്ന സമയമാണെന്ന് അഭിലാഷ് ഓർമ്മിക്കുക. അപ്പോൾ അത്രയും ഒരു റിസ്ക് ഞാൻ എടുത്തു എന്നുള്ളതാണ്. 2 ദിവസങ്ങളിലായി നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ചൊവ്വാഴ്ച രജിസ്ട്രേഷൻ,
AI സൊല്യൂഷൻസിലെ രാജേഷ് ചന്ദ്രൻ നയിച്ച ടെക്നിക്കൽ ക്ലാസ്, കളമശ്ശേരി IEO-യിലെ അശ്വിൻ മോട്ടിവേഷൻ ക്ലാസും സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള വിവരണം നടത്തലും, തുടർന്ന് ഇന്റർനാഷണൽ ട്രെയിനർ KV വാമനകുമാർ നയിച്ച വ്യക്തിത്വ വികസനവും ബിസിനസ്സും എന്ന വിഷയത്തിലുള്ള ചർച്ചയും നടന്നു. 6:30 ബ്രോഡ്കാസ്റ്റ് ആൻഡ് MSO മീറ്റും നടന്നു. KCF പ്രസിഡന്റ് R. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. E. ജയദേവൻ സ്വാഗതം പറഞ്ഞു. ബുധനാഴ്ച പൊതുസമ്മേളനവും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് KCF R. സുനിൽകുമാറാണ് പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് R. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CV ഹംസ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ മനോജ് മാത്യു വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, CEO MMTV VR സതീഷ്, ഏഷ്യാനെറ്റ് സീനിയർ അസോസിയേറ്റ് എഡിറ്റർ അഭിലാഷ് G. നായർ, എറണാകുളം BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KS ഷൈജു, എറണാകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് R. ഗോപകുമാർ, മാതൃഭൂമി ഡിസ്ട്രിബ്യൂഷൻസ് ഹെഡ് തമ്പി ജോസഫ്, അമൃത TV ഡിസ്ട്രിബ്യൂഷൻസ് ഹെഡ് പ്രകാശ് ബാബു, ഷാലോം TV മാനേജിംഗ് ഡയറക്ടർ ടോമി CA, സംസ്ഥാന ട്രഷറർ മനോജ് മാത്യു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. നഗരത്തെ ഭീതിയിലാഴ്ത്തിയ തെരുവുനായ വിഷയം. വാക്കേറ്റത്തിൽ മുങ്ങി കോർപ്പറേഷൻ കൌൺസിൽ യോഗം. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. പോലീസും ഇടത് വലത് അംഗങ്ങളും തമ്മിൽ കയ്യാങ്കളി. BJPയുടെ പ്രതിഷേധവും. അന്തസ്സുള്ള തൊഴിലിടം ഒരുക്കണം അഭ്യർത്ഥനയുമായി ക്ഷീര കർഷകർ. വനിതാ കമ്മീഷൻ മുമ്പാകെ എത്തി. ഉപോൽപ്പന്നങ്ങൾ വിപണിയിലെത്തിയാൽ അന്തസ്സുയരുമെന്ന് V. ശിവദാസൻ MP. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളാക്കണമെന്നും കർഷകർ. ആസ്റ്റർ മിംസ് നേട്ടങ്ങളുടെ പട്ടികയിൽ പുതിയൊരു പടവുകൂടി. ഉത്തര മലബാറിലെ ആദ്യ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം. പുതുജീവനേകിയത് തലശ്ശേരിയിലെ 51-കാരന്. സ്വാബ് ട്രാൻസ്പ്ലാന്റ് സംവിധാനം വ്യാപകമാക്കുമെന്നും ഡോക്ടർ അനൂപ് നമ്പ്യാർ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇഞ്ചക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റർ മിംസ്, കണ്ണൂർ. വാർത്തയിലേക്ക്.
ഉത്തരമലബാറിലെ ആദ്യ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ വിജയകരമായി പൂർത്തീകരിച്ചു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായവർ മംഗലാപുരത്തിനെയോ കോഴിക്കോടിനെയോ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിന് അറുതി വരുത്താനും ഇതോടുകൂടി സാധിക്കുമെന്ന് COO ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. തലശ്ശേരി സ്വദേശിയായ 51 വയസ്സുകാരനാണ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ പുതുജീവിതം നേടിയെടുത്തത്. അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രൊസീജിയറുകൾ കൂടി വിജയകരമായി പൂർത്തീകരിക്കപ്പെടുമ്പോൾ കണ്ണൂരിന്റെ ആതുര സേവന മേഖല ആഗോള നിലവാരത്തിലേക്ക് കൂടി വളരുകയാണ്. ഗുരുതരമായ വൃക്കരോഗത്തെ തുടർന്ന് ഡയാലിസിസിന് വിധേയനായി ജീവിതം മുൻപിലേക്ക് കൊണ്ടുപോയിരുന്ന തലശ്ശേരി സ്വദേശിയായ 51 വയസ്സുകാരനാണ് അവയവമാറ്റ ശസ്ത്രക്രിയയിലൂടെ പുതുജീവിതം നേടിയെടുത്തത്. നമ്മളിത് 2023 സെപ്റ്റംബറിലാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച് നമ്മുടെ ഡോക്ടർ ബിജോയ് ആണ്, നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയാണ്. നിരന്തരം നമ്മുടെ അടുത്ത് ഇത് വേണം, അത്യാവശ്യമാണ്, നമുക്ക് കണ്ണൂരിലില്ല, പരിയാരത്ത് പോലും ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു ഇതിന് നമ്മൾ അതിനുള്ള ശ്രമം തുടങ്ങിയത്. അന്ന് നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്തു. ഗവൺമെൻറ് ഏജൻസീസിന് ഡോക്ടേഴ്സ് വന്നു, ചില ന്യൂനതകൾ പറഞ്ഞു, നമ്മളതെല്ലാം പരിഹരിച്ചു. അടുത്ത വിസിറ്റിൽ നമുക്ക് ലൈസൻസ് കിട്ടി. പിന്നീട് നമുക്ക് ആ രോഗിയെ ഡോക്ടർ തന്നെയാണ്, ഡോക്ടറുടെ പേഷ്യൻ്റ് തന്നെയാണ് നമുക്ക് രോഗിയെ ലഭിച്ചത്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ആദ്യത്തെ ഒരു ഓപ്പറേഷൻ എന്നുള്ളൊരു പേടി അവർക്കുണ്ടെങ്കിലും അവർ വളരെ ധൈര്യപൂർവ്വം വന്നു, നമ്മളത് ചെയ്യുകയും ചെയ്തു. രോഗി ഡിസ്ചാർജായി വീട്ടിൽ പോയി, പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ഈ ഒരു ഉദ്യമത്തിൽ നമുക്ക് ഒരു ടീം വർക്കാണ് ആവശ്യം. അതായത് നെഫ്രോളജി ഡോക്ടറുടെ രോഗി വരുന്നത് ചെയ്യുന്നത് യൂറോളജി സർജനാണ് ചെയ്യുന്നത്. നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്നു. അതുകൂടാതെ ഈ പേഷ്യൻറ്റിൻ്റെ സർജറി കഴിഞ്ഞ് നമ്മൾ മാറ്റിയാൽ ട്രാൻസ്പ്ലാന്റ് ICUവിൽ വിദഗ്ധരായ നേഴ്സസ് 24 മണിക്കൂർ വരെ പരിചരിക്കാനുള്ള നേഴ്സസ്, അതിന് പരിചയസമ്പന്നരായ നേഴ്സസ് തന്നെ വേണം. സാധാരണഗതിയിലുള്ള ഇതിന് ട്രെയിനിങ് നേടിയിട്ടുള്ള നേഴ്സസ് നമുക്കുണ്ട്. അവരുടെ സഹായം, നെഫ്രോളജി ഡോക്ടർ അവരുടെ കൂടെ തന്നെ ഡ്യൂട്ടി എടുത്ത് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അവരുടെ സഹായം. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞാലും നമുക്ക് ഈ വൃക്ക രോഗി റിജക്റ്റ് ചെയ്യാതിരിക്കാനുള്ള മരുന്നുകൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. അപ്പോൾ അതിന് കൂടുതലുള്ള റിവ്യൂ അത് മുഴുവൻ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നേഴ്സസും എല്ലാവരുടെയും കൂടിയുള്ള ഒരു ടീം വർക്കാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ. ഉത്തര കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ഗുണനിലവാരത്തോടുകൂടി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ സജ്ജീകരിക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആസ്റ്റർ കേരള മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ KM സൂരജും കണ്ണൂർ ആസ്റ്റർ മിംസ് COO ഡോക്ടർ അനൂപ് നമ്പ്യാരും നൽകിയ വാഗ്ദാനമാണ് ഇതോടെ യാഥാർത്ഥ്യമാക്കപ്പെട്ടത്. ആ ഒരു ഉറപ്പാണ് ഞാനിപ്പോൾ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഉറപ്പ് ഞാൻ പിതാവിന് സമക്ഷം നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതാണ്. മലബാറിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ക്വാളിറ്റിയോടുകൂടി റീനൽ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്യും. ആ ഒരു ഉറപ്പ് കണ്ണൂർ ആസ്റ്റർ മിംസിനും മൊത്തം ആസ്റ്ററിന്റെ മാനേജ്മെന്റിനും വേണ്ടി ഞാൻ നൽകുകയാണ്. നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ പ്രദീപ് VR, ഡോക്ടർ സാരംഗ് വിജയൻ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ അക്ബർ സലീം, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ അനീഷ്, ഡോക്ടർ വന്ദന, ഡോക്ടർ പ്രശാന്ത്, നഴ്സിംഗ് വിഭാഗം സോണിയ, രമ്യ തുടങ്ങിയവർ വൃക്ക മാറ്റിവെക്കലിന് നേതൃത്വം നൽകി. വൃക്ക മാറ്റിവെക്കുന്ന വ്യക്തികൾക്ക് അനുയോജ്യമായ വൃക്ക ലഭിക്കുവാനുള്ള ബുദ്ധിമുട്ടാണ് നിലവിൽ ഈ മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളുടെ അവയവവും അടുത്ത ബന്ധുക്കളുടെ അവയവവുമാണ് പ്രധാനമായും വൃക്ക മാറ്റിവെക്കലിന് നിലവിൽ സ്വീകരിക്കപ്പെടുന്നത്. ഈ സാഹചര്യം ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വൃക്ക ആവശ്യമായി വരികയും എന്നാൽ സ്വീകർത്താവിന് യോജിക്കാതെ വരികയും ചെയ്യുമ്പോൾ അനുയോജ്യമായ വൃക്കകൾ പരസ്പരം കൈമാറാനുള്ള സ്വാബ് ട്രാൻസ്പ്ലാന്റ് സംവിധാനം വ്യാപകമാക്കുമെന്ന് ആസ്റ്റർ മിംസ് കണ്ണൂർ COO ഡോക്ടർ അനൂപ് നമ്പ്യാർ അറിയിച്ചു. നമുക്കൊരു ബെസ്റ്റ് പോസിബിൾ റേറ്റ്, അതായത് ഒരു നോർത്ത് മലബാറിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂറും അല്ലെങ്കിൽ കാലിക്കറ്റ് ചെയ്യുന്നതിനെ കാട്ടി ഒരു ബെറ്റർ അല്ലെങ്കിൽ നല്ല റേറ്റിൽ നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് DM ഫൗണ്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മിംസിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് എക്കണോമിക്കലി വീക്കറായിട്ടുള്ള പീപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രസ്റ്റ് ത്രൂ അപേക്ഷിക്കാം. സോ അവരെ ത്രൂ നമുക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് കൂടി. ആസ്റ്റർ മിംസ് COO ഡോക്ടർ അനൂപ് നമ്പ്യാർ, CMS ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, DGM ഓപ്പറേഷൻസ് വിപിൻ ജോർജ്, നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ പ്രദീപ് VR, ഡോക്ടർ സാരംഗ് വിജയൻ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ അക്ബർ സലീം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ.
ഇന്ന് അയ്യങ്കാളിയുടെ 84-ാം സ്മൃതി ദിനം. സാഹോദര്യ സമത്വ സംഘം സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. മഹാത്മാ മന്ദിരത്തിൽ നടന്ന ചടങ്ങ് കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഈ മഹാനായ അയ്യങ്കാളിയെക്കുറിച്ച് വളരെയധികം സമ്പാദിക്കാനുള്ള ഒരവസരം ഇവിടെയുണ്ട്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും തന്നെ എന്നേക്കാൾ ഈ രംഗത്ത് സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. എൻ്റെ തല നനച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അത് ഒരു സീനിയറൊന്നല്ല. എന്നാൽ എന്നേക്കാൾ അനുഭവങ്ങളുള്ള ഗുരുജനങ്ങൾ സദസ്സിലും വേദിയിലുമായി ഇരിക്കുന്നുണ്ട്. എന്നാലും ഉദ്ഘാടകൻ എന്ന നിലയിൽ മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് ചുരുങ്ങിയ വരിയിൽ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബി ദാമോദരൻ മാസ്റ്റർ, വേണുഗോപാലൻ, കെ പ്രഭാകരൻ, എൻ കെ വിനോദ് മാസ്റ്റർ, സി എച്ച് ദിനേശൻ, വാസന്തി ഗോപാൽ, ശ്രീദേവി ഉത്രാടം, കലേശ്വരി ടീച്ചർ, ടി വി ബാലൻ, പി രാജൻ, ഉഷാകുമാരി കെ, സത്യൻ നാറാത്ത്, ഗംഗാധരൻ സി, ദേവദാസ് മോറാഴ, പി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. ടി ഗിരിധരൻ സ്വാഗതവും സജീവൻ പറമ്പൻ നന്ദിയും പറഞ്ഞു. അയ്യങ്കാളി മുന്നോട്ട് വെച്ച വിഷയങ്ങൾ അദ്ദേഹം നമുക്ക് നേടിത്തന്ന പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഒട്ടേറെ നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ മാതൃക തന്നെയാണ്. നമുക്കൊരു നഷ്ടമെന്ന് പറയുന്നത് ബാബാ സാഹിബ് ഡോക്ടർ അംബേദ്കറും അയ്യങ്കാളിയും തമ്മിൽ കാണാനുള്ളൊരവസരം ഉണ്ടായിട്ടില്ല. 41-ൽ അദ്ദേഹം നഷ്ടമാണ്. അതൊരു വലിയ നഷ്ടം. അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ പലതും ഭരണഘടനക്കകത്ത് കയറി വന്നിട്ടുണ്ട്. പക്ഷേ അവർ തമ്മിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു നഷ്ടമായിട്ട്, കേരളത്തിനൊരു നഷ്ടമായിട്ട് മാറുന്നത്. ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കണ്ണൂർ പള്ളിക്കുന്ന് ഗവൺമെന്റ് വനിതാ കോളേജിന് മുൻപിൽ മഹാത്മാ അയ്യങ്കാളി അനുസ്മരണം സംഘടിപ്പിച്ചു. ന്യൂനപക്ഷ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് NR ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിന്റെ തങ്കലിപികളിൽ എഴുതിച്ചേർക്കപ്പെട്ടതാണ്. ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്, പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിന് സാധു ജന പരിപാലന സംഘം എന്നുള്ള ഒരു മഹാപ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്ത് അതിൽ കൂടി ദളിത് വിഭാഗത്തെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് അദ്ദേഹം നടത്തിയ ധീരോദാത്തമായ ശ്രമങ്ങൾ കേരളം എന്നും ചർച്ച ചെയ്യപ്പെട്ടതാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂക്കിരി രാജേഷ് അധ്യക്ഷത വഹിച്ചു. കാട്ടാമ്പള്ളി രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. വികാസ താഴക്കുന്ന്, ചന്ദ്രമോഹനൻ, ശാലിനി, നാവത്ത് പുരുഷോത്തമൻ, കെ മോഹനൻ, രാകേഷ് കുഞ്ഞിപ്പള്ളി, ആശ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. അയ്യങ്കാളി സ്മൃതി ദിനത്തിൽ കണ്ണൂർ മാരാർജി ഭവനിൽ BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. ദേശീയ കൌൺസിൽ അംഗം PK വേലായുധൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ AP ഗംഗാധരൻ, TC മനോജ്, ബിനിൽ കണ്ണൂർ, ജിജു വിജയൻ, അജലേഷ് എന്നിവർ നേതൃത്വം നൽകി. 1863 ജനിച്ച് 1941 നമ്മെ വിട്ടുപിരിഞ്ഞ മഹാത്മാ അയ്യങ്കാളിയുടെ 84-ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. മഹാനായ വിപ്ലവകാരി, സാമ്പത്തിക വിദഗ്ധൻ, അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടി നടത്തിയ ധീരോദാത്തമായ പോരാട്ടം, വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നടത്തിയ വിപ്ലവകരമായ പ്രവർത്തനം, പോരാട്ടം നമ്മുടെ നാടിന്റെ തോരാമഴ. റോഡിലെ വെള്ളക്കെട്ട് കാരണം കച്ചവട സ്ഥാപനം തുറക്കാൻ കഴിയാതെ ഉടമ. കുടുക്കിമൊട്ട മുണ്ടേരിമൊട്ട റോഡിൽ കാട്ടാണിച്ചേരി പള്ളിക്ക് മുൻവശം റോഡിൽ കെട്ടിനിൽക്കുന്ന വെള്ളക്കെട്ട് കാരണം കച്ചവട സ്ഥാപനം തുറക്കാൻ കഴിയാതെ ദുരിതം പേറുകയാണ് സ്ഥാപന ഉടമ ഖാദർ. കടയ്ക്ക് മുന്നിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓവുചാലുണ്ടെങ്കിലും യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ദുരിതത്തിന് കാരണം. മഴക്കാലം തുടങ്ങിയാൽ കടയ്ക്ക് മുൻവശം റോഡിൽ പുഴ പോലെ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ പോകുമ്പോൾ കടയ്ക്ക് ഉള്ളിലേക്ക് ചെളിവെള്ളം അടിച്ചു കയറുന്നതിനാൽ കട തുറക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും പലതവണ അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല എന്നും ഖാദർ പറഞ്ഞു. മഴ പെയ്ത് കഴിഞ്ഞാൽ പീടിയൻ്റെ അകത്താണ് വെള്ളം തരുന്നത്. ഇന്ന് ഞാൻ കട തുറക്കാൻ വേണ്ടി രാവിലെ വന്നതാണ്. നോക്കുമ്പോൾ വീടിൻ്റെ അകത്തേക്ക് വെള്ളം തരുന്നു. മൊത്തത്തിൽ എൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം അതിൽ ഇതായിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം അവസ്ഥ കൊണ്ടാണ് ഞാൻ പോയിട്ടുണ്ട്.
ദുരിതങ്ങളെല്ലാം ഈ പഞ്ചായത്തുകാരോട് ഞാൻ പറഞ്ഞ് ഒരു പ്രാവശ്യമല്ല 3-4 പ്രാവശ്യം നമ്മൾ ഈ ചാനലിൽ കൂടി തന്നെ പറഞ്ഞിട്ടും അവരൊന്നും യാതൊരു ഇതും ചെയ്യുന്നില്ല. അതുകൊണ്ട് വേണ്ടത് അത് മണ്ണ് ഇതായിട്ടെന്ന് പറഞ്ഞാൽ നിറഞ്ഞു കിടക്കാണ്. അത് ഒരു വർഷത്തില്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഓവുചാല് അത് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വെള്ളം മതിയായിട്ട് പോകും. അതൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ പാലമുണ്ട്, കുറേ കൊല്ലം മുൻപ് കെട്ടിയ. ആ പാലത്തിൻ്റെ വടക്കൂട്ടെ കുറച്ച് ചെറുങ്ങനെ വെള്ളം പോക്കുണ്ടായിരുന്നു. അത് വെള്ളത്തിൻ്റെ അതായത് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് അതിൻ്റെ നേർക്കിട്ടിട്ടെന്ന് പറഞ്ഞാൽ ആ വെള്ളം പോകുന്നത് ഈ മഴ പെയ്തിട്ട് പോകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലോക്കായിട്ട് കിടക്കുന്നു. അങ്ങനെയെല്ലാം കൂടി എന്ന് പറഞ്ഞിട്ട് വല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ്. ഇവിടെ മഴ പെയ്തിട്ടുള്ള വെള്ളം മാത്രമല്ല, പല വഴിക്കും വരുന്ന വെള്ളങ്ങളുണ്ട്. എൻ്റെ വീടിൻ്റെ ബാക്കിലെ പറമ്പത്ത്, പിന്നെ ബാക്കിലെ റോഡ് മുതൽ അങ്ങനെയുള്ള വെള്ളങ്ങളെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ചിട്ട് കുറച്ച് താമസ സ്ഥലമായതുകൊണ്ട് മൊത്തം എനിക്ക് തന്നെയാണ് വളരെയധികം ബുദ്ധിമുട്ട് ഞാൻ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് വേണ്ട വികസനം പറഞ്ഞാൽ ഇത് അധികൃതർ കൈകാര്യം ചെയ്യണം. മുണ്ടേരി കുടിക്കുമുട്ട റോഡിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഓവുചാൽ നിർമ്മിച്ചെങ്കിലും ഒരിക്കൽ പോലും മണ്ണ് നിറഞ്ഞത് മാറ്റാനോ മഴയ്ക്ക് മുന്നേ കാടുകൾ വെട്ടിത്തെളിയിച്ച് അറ്റകുറ്റപ്പണി നടത്തുവാനോ അധികൃതർ നടപടി സ്വീകരിക്കാത്തതാണ് ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പടന്നോട്ടുമുട്ടയ്ക്ക് സമീപം റോഡിന്റെ വശങ്ങൾ വെട്ടിപ്പൊളിച്ചത് പൂർവ്വസ്ഥിതി ആക്കാത്തതിനാൽ വലിയ അപകട ഭീഷണി ഉയർത്തുന്നതും നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കേട്ട ഭാവം നടിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കുറച്ചു മുൻപ് ഒരു അപകട മരണം നടന്ന സ്ഥലം കൂടിയാണ് പ്രദേശം. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് റോഡിനിരുവശവും നിർമ്മിച്ച നിലവിലുള്ള ഓവുചാലുകൾ വൃത്തിയാക്കി വെള്ളം ഒഴുകാനുള്ള സൗകര്യം ഇനിയെങ്കിലും ചെയ്തില്ലെങ്കിൽ മഴ ശക്തമാവുന്നതോടെ ജനങ്ങൾ കൂടുതൽ ദുരിതം അനുഭവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9250, പവന് 74,000, വെള്ളി 121 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരത്തെ ഭീതിയിലാഴ്ത്തിയ തെരുവുനായ വിഷയം. വാക്കേറ്റത്തിൽ മുങ്ങി കോർപ്പറേഷൻ കൌൺസിൽ യോഗം. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. പോലീസും ഇടത് വലത് അംഗങ്ങളും തമ്മിൽ കയ്യാങ്കളി. BJPയുടെ പ്രതിഷേധവും. അന്തസ്സുള്ള തൊഴിലിടം ഒരുക്കണം അഭ്യർത്ഥനയുമായി ക്ഷീര കർഷകർ. വനിതാ കമ്മീഷൻ മുമ്പാകെ എത്തി. ഉപോൽപ്പന്നങ്ങൾ വിപണിയിലെത്തിയാൽ അന്തസ്സുയരുമെന്ന് വി. ശിവദാസൻ MP. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളാക്കണമെന്നും കർഷകർ. ആസ്റ്റർ മിംസ് നേട്ടങ്ങളുടെ പട്ടികയിൽ പുതിയൊരു പടവുകൂടി. ഉത്തര മലബാറിലെ ആദ്യ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം. പുതുജീവനേകിയത് തലശ്ശേരിയിലെ 51കാരന്. സ്വാബ് ട്രാൻസ്പ്ലാന്റ് സംവിധാനം വ്യാപകമാക്കുമെന്നും ഡോക്ടർ അനൂപ് നമ്പ്യാർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.